ഹായ് ദർ, വെൽക്കം ബാക്ക് വൺസ് അഗൈൻ. സോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ടേബിൾസിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അതായത് CSS ഉപയോഗിച്ച് നമ്മൾ ടേബിൾസിന് എങ്ങനെയാണ് സ്റ്റൈൽസ് കൊടുക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ടേബിൾസിനെ കുറിച്ച് ആൾറെഡി HTML സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇൻ കേസ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കൊരു ടേബിൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഏത് ടാഗാണ് ഉപയോഗിക്കേണ്ടത്? ഓക്കെ, സോ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നോർമലി ഉപയോഗിക്കേണ്ട ആദ്യത്തെ ടാഗ് എന്ന് പറയുന്നത് ടേബിൾ ടാഗാണ്. ഓക്കെ, ടേബിൾ ടാഗാണ്. ഇനി ഈ ടേബിളിൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യണം? ടേബിൾസിൻ്റെ അകത്ത് നമ്മൾ റോ വൈസിലാണ് എല്ലാ കാര്യങ്ങളും എഴുതുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ മൾട്ടിപ്പിൾ റോസ് നമുക്ക് ആവശ്യമുണ്ട്. അതായത് റോസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതുന്നതാണ്. മൾട്ടിപ്പിൾ റോസ് നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പം റോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അതായത് റോസ് ആൻഡ് കോളംസ് ആണ് ടേബിൾ ആക്ച്വലി ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ കോളംസ് ക്രിയേറ്റ് ചെയ്യേണ്ട. റോസ് ഇങ്ങനെ ആഡ് ചെയ്ത് മൾട്ടിപ്പിൾ റോസ് അയക്കുമ്പോൾ അത് ആക്ച്വലി ആ ഒരു കോളം ഇങ്ങനെ വന്നോളും, ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. ഓക്കെ, സോ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, റോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ടാഗ് എന്ന് പറഞ്ഞാൽ TR ടാഗാണ്. വളരെ റിമെമ്പർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം T എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേബിളാണ്, റോസ് എന്ന് പറഞ്ഞാൽ R ആണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് TR ടാഗ്. ഓക്കെ, ഇനി TR ടാഗിൻ്റെ അകത്ത് നമുക്ക് ഡയറക്റ്റായിട്ട് ഇതുപോലെ കണ്ടന്റ് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ടെക്സ്റ്റ് ആയിട്ട് വരും. അതുപോലെ തന്നെ അടുത്ത TR ടാഗ് ഞാൻ ഒരു TR ടാഗും കൂടെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഇങ്ങനെ മൾട്ടിപ്പിൾ റോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ജസ്റ്റ് ഡമ്മി ആയിട്ട് ടെക്സ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ റോസ് ആയിട്ട് വരുന്നതായിരിക്കും. പക്ഷേ നമ്മൾ ടേബിളിൻ്റെ അകത്ത് കണ്ടന്റ്, ഇപ്പോൾ മൾട്ടിപ്പിൾ കണ്ടന്റ് നമുക്ക് ഇതുപോലെ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇനി നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത റോ ഇങ്ങനെ ഇതുപോലെ വരും. ഓക്കെ, സോ അതിന് പകരം നമ്മൾ ഇതിൻ്റെ അകത്ത് ആക്ച്വലി ആഡ് ചെയ്യേണ്ടത് ടേബിൾ ഹെഡിങ് ആഡ് ചെയ്യണം. ഓക്കെ, ടേബിൾ ഹെഡിങ്ങിന് വേണ്ടി ഞാൻ ഒരു പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് പ്രോപ്പർട്ടിയാണ് അത്? TH പ്രോപ്പർട്ടിയാണ്. ഓക്കെ, TH എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേബിൾ ഹെഡിങ് ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, മറക്കാൻ പാടില്ല. ടേബിളിൻ്റെ അകത്ത് TR ടാഗിൻ്റെ അകത്താണ് TH ഹെഡിങ്. ഓക്കെ, അതായത് ടേബിൾ ഹെഡിങ്, ടേബിൾ റോസ് ക്രിയേറ്റ് ചെയ്തതിൻ്റെ അകത്താണ് ഹെഡിങ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. റോസ് ക്രിയേറ്റ് ചെയ്യാതെ ആരും ഹെഡിങ് ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, ഇതും ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ചോദ്യം എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ടേബിളിന് ഹെഡിങ് കൊടുക്കണമെന്ന് വിചാരിക്കുക. പെട്ടെന്ന് ആളുകൾ പറയുന്ന H1 H2 ടാഗാണ്. കാരണം പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ആ ടാഗാണ്. ഹെഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ വരുന്നത് HTML ടാഗാണ്. HTML വരുന്നത് ഹെഡിങ് ടാഗാണ്. H1 H2 H6 വരെയുള്ള 6 ടാഗ്സ് ഉണ്ട്. ഓക്കെ, സോ എല്ലാവരും പെട്ടെന്ന് H ടാഗ് എന്ന് പറയാൻ H1 H2 അങ്ങനെ 6 ടാഗ്സ് ഉണ്ട്, അതിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാമെന്ന് പറയാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ടേബിളിൻ്റെ അകത്ത് ഹെഡിങ് കൊടുക്കണമെങ്കിൽ TH ടാഗാണ്. ഇത് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ്, ആരും മറക്കാൻ പാടില്ല, മാറ്റിയും പറയാൻ പാടില്ല. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ടേബിൾ, ഈ ക്വസ്റ്റ്യൻ ഒട്ടുമിക്ക എല്ലാ ഇൻ്റർവ്യൂസിലും HTML സംബന്ധമായിട്ടുള്ള എല്ലാ ഇൻ്റർവ്യൂസിലും ചോദിക്കുന്ന ചോദ്യമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാൽ, ഏത് വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രൈസിങ്, അതുപോലെ നമ്മളിപ്പോൾ E-commerce വെബ്സൈറ്റ്, അല്ലെങ്കിൽ ആമസോൺ എടുത്ത് നോക്കുക, ഏതെങ്കിലും പ്രോഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ടേബിളിലായിരിക്കും എഴുതി വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, സോ നമ്മൾ എന്തൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്താലും അതിൻ്റെ അകത്ത് ടേബിളിൻ്റെ അപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും. എവിടെയെങ്കിലും കാര്യത്തിലും ഒന്നെങ്കിൽ പ്രൈസിങ്ങോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് കൊടുക്കുന്ന മാർക്ക് ലിസ്റ്റോ അങ്ങനെ എന്ത് കൊടുക്കാനാണെങ്കിലും അതിൽ എല്ലായിടത്തും തന്നെ ടേബിൾസ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ടേബിൾ എന്ന് പറഞ്ഞ ടാഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 ടാഗുകൾ മറക്കാൻ പാടില്ല. ടേബിൾ, TR, TH. ടേബിളിന് ഹെഡിങ് കൊടുക്കണമെങ്കിൽ TH ടാഗാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ ഉപയോഗിക്കുന്ന എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഹെഡിങ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നെയിം എന്ന് കൊടുക്കുവാണ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഹെഡിങ് കൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്, ഏജ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഏജ് എന്ന് പറഞ്ഞ ഒരു ഹെഡിങ് കൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ 2 ഹെഡിങ് നിങ്ങൾക്ക് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ഇങ്ങനെയാണ് ടേബിളിൻ്റെ അകത്ത് ഹെഡിങ് ആഡ് ചെയ്യുന്നത്. നമ്മൾ ഈ ടേബിളിൻ്റെ അകത്ത് ഇംപ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്താൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകും. TR ടാഗിൻ്റെ അകത്ത് ഡയറക്റ്റായിട്ട് ഡാറ്റ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് വരുന്നത്. ആക്ച്വലി ഇത് ഇങ്ങനെ ഓർഡറിലാണ് വരേണ്ടത്. പക്ഷേ രണ്ടാമത്തെ TR ടാഗ് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഞാൻ ഈ ടൈപ്പിംഗ് ജസ്റ്റ് SDF എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മുകളിലാണ് വന്നിരിക്കുന്നത്, ആ ഒരു ഓർഡറിലല്ല വന്നിരിക്കുന്നത്. ഓക്കെ, സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ടേബിൾ ഹെഡിങ് ഉപയോഗിക്കണമെങ്കിൽ H1 ടാഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ടേബിളിൽ എപ്പോഴും പ്രോപ്പറായിട്ട് വരത്തില്ല. അതുകൊണ്ട് ടേബിൾ ഹെഡിങ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ TH ടാഗാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ അകത്ത് ഒരു ഹെഡിങ് കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പം TH ടാഗ് തന്നെയാണ് ഹെഡിങ് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്കിപ്പം പ്ലേസ്. ഓക്കെ, സോ നമ്മളിവിടെ ടേബിൾ ഹെഡിങ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് ടേബിൾ ഡാറ്റ ആണ് ആഡ് ചെയ്യാനുള്ളത്. ഓക്കെ, ടേബിൾ ഡാറ്റ ആഡ് ചെയ്യണമെങ്കിൽ ഏത് ടാഗാണ് ഉപയോഗിക്കേണ്ടത്? TD ടാഗാണ് നമ്മൾ ടേബിൾ ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, TD ടാഗ്.
ഇതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ കൊടുത്ത പോലെ ഇവിടെ 3 വാല്യൂസ് ഉള്ളതുകൊണ്ട് താഴെ നമ്മൾ 3 വാല്യൂസ് ആണ് കൊടുക്കേണ്ടത്. അപ്പം ഞാനിപ്പം TD ടാഗിൽ 3 വാല്യൂസ് കൊടുക്കാൻ പോവാണ്. ഓക്കെ, എന്തെങ്കിലും ഒരു നെയിം കൊടുക്കുക. ജസ്റ്റ് ഒരു ഡമ്മി ടേബിൾ മാത്രം ക്രിയേറ്റ് അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് നെയിം വേണമെങ്കിലും കൊടുക്കാം. ഇനി അടുത്തതായിട്ടൊരു വാല്യൂ കൂടെ ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും TR ടാഗ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ നിങ്ങൾക്ക് എത്ര കണ്ടൻസ് വേണമെങ്കിലും ആഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഞാനിവിടെ ഒരു ഡമ്മി ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് CSS പ്രോപ്പർട്ടീസ് ആണ് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എത്ര ഡാറ്റാസ് വേണമെങ്കിലും ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി ഞാൻ ഇതിന് ഓരോ പ്രോപ്പർട്ടീസ് ആയിട്ട് കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ ഈ ടേബിളിന് കൊടുക്കാൻ പോകുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു ബോർഡർ ആണ്. ഇപ്പോൾ നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ടേബിൾ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, സോ അത്തരം സാഹചര്യത്തിൽ നമ്മൾ ഇതിനൊരു ബോർഡർ കൊടുത്തെങ്കിൽ അതൊരു ടേബിളായിട്ട് നമുക്ക് തോന്നും. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ നമ്മൾ ടേബിളിന് മാത്രം ബോർഡർ ആയിട്ട് കൊടുക്കുക. ഓക്കെ, ഞാൻ ടേബിൾ ബോർഡർ ആയിട്ട് കൊടുക്കാൻ പോവാണ്. ബോർഡർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ബോർഡർ പ്രോപ്പർട്ടി ഞാനിവിടെ ഷോർട്ട് ഹാൻഡ് ടൈംസ് ആണ്. ബോർഡർ, സൈസ്, കളർ അങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഒന്നും ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഷോർട്ട് ഹാൻഡ് ആയിട്ട് ഒരേ ഒരു പ്രോപ്പർട്ടി ബോർഡർ മാത്രമായിരിക്കും. ഞാൻ നേരത്തെ നമ്മൾ ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ പഠിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ ആ ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടി മാത്രം റിമെമ്പർ ചെയ്താൽ മതി. ബാക്കി ഒരു പ്രോപ്പർട്ടി റിമെമ്പർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ എല്ലായിടത്തും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഇനി വരുന്ന വീഡിയോസിലും എല്ലാത്തിലും ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടി മാത്രമായിട്ട് ഉണ്ടായിരിക്കുള്ളൂ. സോ ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് നോക്കി വെക്കുക. ഓക്കെ, സോ ഞാനിവിടെ ഒരു 1px ബോർഡറാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1px ബോർഡർ മാത്രം കൊടുത്താൽ പോരെ, ഇതിന് എന്ത് ടൈപ്പ് ഓഫ് ബോർഡറാണ് കൊടുക്കേണ്ടതെന്ന് കൂടെ ഡിഫൈൻ ചെയ്യണം. എങ്കിൽ മാത്രമേ ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടി വർക്ക് ആവത്തുള്ളൂ. ഓക്കെ, സോ ഇപ്പോഴും ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോക്സിന്, അതായത് ഈ ഒരു ബോക്സിന് മാത്രമേ ടേബിൾ വന്നിട്ടുള്ളൂ. ടേബിളിന് കംപ്ലീറ്റ് ആയിട്ടൊരു ബോക്സാണ് വരുന്നത്. നമുക്ക് ഇതിലുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ടേബിൾസ് കൊടുക്കണം. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി നമ്മൾ ബോക്സ് കൊടുക്കണം. ഓക്കെ, ഇപ്പം നമ്മൾ TR ടേബിൾ, ഓക്കെ, ഇവിടെ നമ്മൾ ടേബിളിന് പ്രോപ്പർട്ടി ബോക്സിന് ബോർഡറായിട്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബോക്സ് പോലെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ TR പ്രോപ്പർട്ടി TR കൊടുക്കാൻ പോവാണ്. ഓക്കെ, TR പ്രോപ്പർട്ടി കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആക്ച്വലി നമ്മൾ TR പ്രോപ്പർട്ടി കൊടുക്കാറില്ല. എങ്കിലും TR കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, TR നമ്മൾ പ്രോപ്പർട്ടി കൊടുക്കേണ്ട ആവശ്യമില്ലാത്തതാണ്. ടേബിൾ റോസിനാണ് പ്രോപ്പർട്ടി കൊടുക്കുന്നത്. ടേബിൾ റോസിന് പ്രോപ്പർട്ടി കൊടുത്താലും ഒരു ഡിഫറൻസും ഇവിടെ വന്നിട്ടില്ല. ഓക്കെ, സോ TR നമ്മൾ ആക്ച്വലി പ്രോപ്പർട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ടേബിളിന് പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ടേബിൾ റോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് പ്രോപ്പർട്ടീസ് വരുന്നത്. ഓക്കെ, TR പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞാലും അതിന് പ്രോപ്പർട്ടീസ് ഒന്നും തന്നെ അഫക്റ്റ് ചെയ്യത്തില്ല. അതിന് പകരം നമ്മൾ എന്തിനാണ് പ്രോപ്പർട്ടി കൊടുക്കേണ്ടത്? TR അകത്തുള്ള ടേബിൾ ഹെഡിങ്ങിനും ടേബിൾ ഡാറ്റയ്ക്കുമാണ് നമ്മൾ പ്രോപ്പർട്ടി കൊടുക്കേണ്ടത്. ഓക്കെ, സോ TH എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുക്കുക. ഓക്കെ, അതിൻ്റെ അകത്ത് നമ്മൾ ആൾറെഡി ക്ലോസ് ചെയ്തിട്ടുണ്ട്. TH പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ടേബിൾ ഹെഡിങ്ങിനും ബോക്സ് വന്നിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ടേബിൾ ഡാറ്റയ്ക്കാണ് നമ്മൾ പ്രോപ്പർട്ടി കൊടുക്കേണ്ടത്. ടേബിൾ ഡാറ്റ എന്ന് പറഞ്ഞാൽ TD ടാഗിനുമാണ് പ്രോപ്പർട്ടി കൊടുക്കേണ്ടത്. ഓക്കെ, അല്ലാതെ നമ്മൾ TR ടാഗിന് പ്രോപ്പർട്ടി കൊടുക്കാൻ പാടില്ല. ഓക്കെ, TR ടാഗിന് നമ്മൾ പ്രോപ്പർട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. TH കൊടുക്കണം. TR ടാഗിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന TH കൊടുക്കണം. അതുപോലെ തന്നെ TDക്കും പ്രോപ്പർട്ടി കൊടുക്കണം. ഓക്കെ, സോ ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ ആക്ച്വലി ബോർഡേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ബോർഡേഴ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉള്ളിൽ കൊടുക്കേണ്ട പ്രോപ്പർട്ടി ഏതൊക്കെയാണ് നോക്കേണ്ടത്. ഇതിൻ്റെ അകത്ത് ബോർഡേഴ്സ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് നമ്മളിവിടെ ഡബിൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ബോർഡേഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഡബിൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഓരോ ബോക്സിനും 2 ബോർഡർ വീതം വന്നിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതായത് കൊളാപ്സ് ആകുന്നതാണ് ഈ ഒരു പ്രോപ്പർട്ടി. അതായത് ഈ ഒരു ബോർഡറും 2 ഡിഫറെൻറ്റ് ബോർഡേഴ്സ് ആയിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. ഇപ്പം ഞാനിതൊരു ബ്രൗസറിലെടുത്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ പ്രോപ്പറായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഇപ്പം ഞാൻ ജസ്റ്റ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ബ്രൗസറിൽ നിങ്ങൾക്ക് സൂം ചെയ്യണമെങ്കിൽ കൺട്രോൾ ബട്ടൺ അമർത്തി പിടിച്ചതിന് ശേഷം മുകളിലേക്കോ താഴേക്കോ സ്ക്രോൾ ചെയ്താൽ മതി. ഓക്കെ,
ഇതുപോലെ നിങ്ങൾക്ക് വലുതാക്കാൻ സാധിക്കും. ഓക്കെ, സോ ഇങ്ങനെ വലുതാക്കാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 2 ബോർഡർ അവിടെ, അതായത് ഇത് നെയിമിനൊരു ബോർഡർ ബോക്സ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇതിന് ഏജിനൊരു ബോക്സ് വന്നിട്ട്. ഇങ്ങനെ ആയിരിക്കില്ല നോർമലി ടേബിൾസ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി നമുക്ക് ടേബിൾ എന്ന് പറയാൻ പറ്റത്തില്ല. ടേബിൾ എന്ന് പറയാൻ പറ്റും, പക്ഷേ എന്താണോ ഇതുപോലെയല്ല ടേബിളിൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരൊറ്റ സിംഗിൾ ലൈൻ മാത്രമേ ആവശ്യമുള്ളൂ, അതിന് പകരം ഇവിടെ 2 ലൈനായിട്ടാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല ഇത് എല്ലാത്തിനും ബോർഡേഴ്സ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എല്ലാം നിങ്ങൾക്ക് നോക്കി കാണാൻ സാധിക്കും. ഇതിനെല്ലാത്തിനും ബോർഡർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ബോർഡേഴ്സ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഇത് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടിയാണ് ബോർഡർ കൊളാപ്സ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. ഓക്കെ, ബോർഡർ കൊളാപ്സ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൊളാപ്സ് ചെയ്തിട്ട് സിംഗിൾ ലൈനായിട്ട് മാറും. അതായത് ഈ ലൈനും കൊളാപ്സ് ചെയ്തിട്ട് ഒരൊറ്റ ലൈനായിട്ട് മാറും. ഓക്കെ, സോ നമുക്ക് ബോർഡർ കൊളാപ്സ് പ്രോപ്പർട്ടി എന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, ഇതിൽ തന്നെയാണ് നമ്മൾ ബോർഡർ കൊളാപ്സ്, നമുക്കില്ലെങ്കിൽ ടേബിളിന് മാത്രമായിട്ടും ബോർഡർ കൊളാപ്സ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുക്കാം. ഓക്കെ, ടേബിൾ ഉപയോഗിക്കുക, അതിനുശേഷം ബോർഡർ കൊളാപ്സ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. ഓക്കെ, ബോർഡർ കൊളാപ്സ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുക്കുക. അതിനുശേഷം സെപ്പറേറ്റ് ആണ് ഡീഫാൾട്ട് ആയിട്ടുള്ള പ്രോപ്പർട്ടി, അതായത് എല്ലാത്തിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ബോർഡേഴ്സ്. നമ്മൾ നേരത്തെ കണ്ട എന്താണോ സെപ്പറേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ വന്ന ഔട്ട്പുട്ട് തന്നെയായിരിക്കും വരിക. കൊളാപ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ബോർഡേഴ്സ് എല്ലാം കൊളാപ്സ് ചെയ്ത് സിംഗിൾ ബോർഡറായിട്ട് മാറും. ഇപ്പോൾ ഞാൻ ബ്രൗസറിൽ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് കാണാൻ സാധിക്കും. ഞാൻ നോർമലായിട്ട് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുകയാണ്, അതുകൊണ്ട് റീഫ്രഷ് ചെയ്തെങ്കിൽ മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, സോ ഇങ്ങനെയാണ് ബോർഡർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി യൂഷ്വലി വർക്ക് ആവുന്നത്. ഓക്കെ, ഇവിടെ ബോർഡർ കൊളാപ്സ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുത്തിട്ടുണ്ട്. 2 ബോർഡറും കൂടെ കൊളാപ്സ് ആയി സിംഗിൾ ബോർഡറായിട്ട് നമുക്കൊരു ബോക്സ് പോലെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, സോ ഇനി ഇതുപോലെയാണ് നമുക്ക് ടേബിൾ ഡാറ്റയ്ക്കും ടേബിൾ ഹെഡിങ്ങിനൊക്കെ നമുക്ക് ഹൈറ്റും വിട്ടും ഒക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. നമുക്ക് ടേബിൾ ഡാറ്റയ്ക്ക്, അതായത് ടേബിളിന് മൊത്തമായിട്ട് വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് ആയിട്ട് ടേബിളിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ടേബിളിന് തന്നെ ഒരു വിട്ടും ഹൈറ്റും കൊടുത്ത് നോക്കാം. ഓക്കെ, ടേബിൾ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിന് ഞാൻ വിട്ട് എന്ന് പറഞ്ഞ് 100% കൊടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പം ആ ഒരു പേജിൻ്റെ കംപ്ലീറ്റ് സൈസ് കൊടുത്തോളും. വിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു 100% കൊടുക്കാൻ പോവാണ്. 100% വാല്യൂ കൊടുക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ സൈസ് എടുക്കുന്ന രീതിയിൽ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ടേബിളിന് ഞാൻ വിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ടേബിളിന് ഹൈറ്റും കൊടുക്കാൻ പറ്റും. നമ്മൾ വിത്ത് ആൻഡ് ഹൈറ്റ് പ്രോപ്പർട്ടീസ് ഒട്ടുമിക്ക എല്ലാ കാര്യത്തിനും നമ്മൾ ടെക്സ്റ്റ് ഐറ്റം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും വിത്ത് ആൻഡ് ഹൈറ്റ് പ്രോപ്പർട്ടീസ് നമുക്ക് പോസിബിൾ ആകുന്നതാണ്. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് ഞാൻ 25% കൊടുക്കാൻ പോവാണ്. പേഴ്സൻറ്റേജിലൊന്നും നിങ്ങൾ സാധാരണ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വാല്യൂസ് കൊടുക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഹൈറ്റ് നമുക്കിപ്പോൾ ജസ്റ്റ് ആവശ്യമില്ല. അതിന് പകരം നമുക്ക് ടേബിൾ ഡാറ്റയ്ക്ക് അകത്തുള്ള കാര്യങ്ങൾക്ക് ഹൈറ്റ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. ഓക്കെ, സോ ടേബിളിൻ്റെ അകത്ത് നമുക്ക് ഹൈറ്റ് ആഡ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഡാറ്റയ്ക്ക് മാത്രമായിട്ട് ഹൈറ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ കൊടുക്കാൻ പാടില്ല. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിനും ഹൈറ്റ് അഫക്റ്റ് ചെയ്യും. പക്ഷേ എനിക്ക് ടേബിൾ ഡാറ്റയ്ക്ക് മാത്രം ഹൈറ്റ് ആഡ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് TD എന്ന പ്രോപ്പർട്ടി ഉപയോഗിച്ച് അതിന് ഹൈറ്റ് കൊടുക്കാം. ഓക്കെ, അപ്പം ഞാനിവിടെ TDക്ക് മാത്രം ഹൈറ്റ് കൊടുക്കാൻ പോവാണ്. TD ആണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. ഇതിന് മാത്രം ഹൈറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, ഹൈറ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 100 px കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു എക്സ്ട്രാ ഹൈറ്റ് ഇവിടെ വന്നിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഇപ്പം ഈ 100 px കൊടുത്തതുകൊണ്ട് ഇതിൻ്റെ കണ്ടൻസ് എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഹെഡിങ് ഓട്ടോമാറ്റിക്കായിട്ട് സെൻട്രൽ സൈഡിലാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ടേബിൾ ഡാറ്റ എല്ലാ കാര്യങ്ങളും എവിടെയാണ് അലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, അതായത് ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് അലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് സെൻട്രൽ സൈഡിലേക്ക് മാറ്റാനായിട്ട് നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് പ്രോപ്പർട്ടിയാണ്? ടെക്സ്റ്റ് അലൈൻ പ്രോപ്പർട്ടി നമുക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ടെക്സ്റ്റ് അലൈൻ പ്രോപ്പർട്ടി എന്ന് പ്രോപ്പർട്ടി കൊടുക്കുക. അതിനുശേഷം സെൻറ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സെൻറ്ററിലേക്ക് ഇത് മാറുന്നതായിരിക്കും. ഓക്കെ, ഇപ്പം എല്ലാ ടെക്സ്റ്റും സെൻറ്ററിലേക്കാണ് വന്നിട്ടുണ്ട്. ഓക്കെ, ടെക്സ്റ്റ് അലൈൻ പ്രോപ്പർട്ടി ഏതിനാണ് കൊടുക്കേണ്ടത്? പേരൻറ്റിന് അല്ല നമ്മൾ കൊടുക്കേണ്ടത്, ആ ഒരു പെർട്ടിക്കുലർ എലമെൻറ്റിനാണ്. ഇപ്പോൾ നമ്മൾ ടേബിളിനല്ല നമ്മൾ ടെക്സ്റ്റ് അലൈൻ പ്രോപ്പർട്ടി കൊടുക്കേണ്ടത്, ആ ഒരു പെർട്ടിക്കുലർ TD ആണെങ്കിൽ TDക്കാണ് കൊടുക്കേണ്ടത്. ടേബിൾ ഹെഡിങ് ആൾറെഡി സെൻറ്ററിലേക്ക് വരും. അത് ടേബിൾ ഹെഡിങ്ങിൻ്റെ ഡീഫാൾട്ട് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ടേബിൾ ഹെഡിങ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. ഓക്കെ, ഇനി നമുക്ക് വെർട്ടിക്കൽ അലൈനും സെറ്റ് ചെയ്യാൻ സാധിക്കും. വെർട്ടിക്കൽ അലൈൻ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് വെർട്ടിക്കലായിട്ട് എവിടെയാണ് അലൈൻ ചെയ്യേണ്ടതെന്ന് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, വെർട്ടിക്കൽ അലൈൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഇതിൻ്റെ അകത്ത് ബോട്ടം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, മിഡിൽ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ബേസ് ലൈൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇവിടെ ബോട്ടം വാല്യൂ കൊടുക്കുവാണ്. ഓക്കെ, ബോട്ടം വാല്യൂ കൊടുക്കുമ്പോൾ സെൻറ്ററിലേക്ക് മാറിയിട്ട് ഇതിൻ്റെ താഴത്തേക്ക് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മിഡിൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആൾറെഡി അത് മിഡിലാണ് ഇരിക്കുന്നത്. ഓക്കെ, മിഡിൽ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ആൾറെഡി മിഡിലാണ് ഇരിക്കുന്നത്. ഇത് ഡിഫാൾട്ടായിട്ട് പ്രോപ്പർട്ടിയാണ്. നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം വെർട്ടിക്കൽ അലൈൻ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ,
അതുപോലെ തന്നെ വെർട്ടിക്കൽ അലൈനിൽ ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഈ കാര്യങ്ങൾ റിമൂവ് ചെയ്ത് കോളൻ ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ പ്രോപ്പർട്ടീസും കാണാൻ സാധിക്കും. ബേസ് ലൈൻ, ബോട്ടം, മിഡിൽ. അതുപോലെ ഈ കാര്യങ്ങളൊന്നും ടെസ്റ്റ് നമുക്കൊന്നും വെർട്ടിക്കൽ അലൈൻ യൂസ് ചെയ്യുന്നില്ല. ബേസ് ലൈൻ, ബോട്ടം, മിഡിൽ ഈ പ്രോപ്പർട്ടീസാണ് മെയിനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെർട്ടിക്കൽ അലൈൻ എന്ന് പറഞ്ഞ ഈ ഒരു പ്രോപ്പർട്ടി തന്നെ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നില്ലാത്തൊരു പ്രോപ്പർട്ടിയാണ്. നിങ്ങൾക്ക് ടോപ്പ് ഉപയോഗിക്കാം. ബോട്ടം ഉപയോഗിച്ച പോലെ തന്നെ ടോപ്പ് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ടോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുകളിലേക്ക് മാറുന്നതായിരിക്കും. ഈ പ്രോപ്പർട്ടി നമ്മൾ ഒരു വെബ്സൈറ്റിലും ഇതുവരെ യൂസ് ചെയ്യാറില്ലാത്ത, അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ലാത്ത, ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം വെർട്ടിക്കൽ അലൈൻ പ്രോപ്പർട്ടീസും യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ ടേബിൾസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള പ്രോപ്പർട്ടീസാണ്. പ്രത്യേകിച്ചൊന്നുമില്ല ടേബിളിൻ്റെ അകത്ത് പഠിക്കാനായിട്ട്. ടേബിൾ കൊളാപ്സിന് മാത്രം പ്രോപ്പർട്ടീസ്. നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അങ്ങനെയും കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ അതും കൊടുക്കാവുന്നതാണ്. ഓക്കെ, സോ അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കളേഴ്സ് കൊടുക്കാം. അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ബേസിക് ആയുള്ള പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഒന്ന് റീഫ്രഷ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വെർട്ടിക്കൽ അലൈൻ പ്രോപ്പർട്ടി. അതുപോലെ തന്നെ ഈ ഒരു ടേബിൾ ഹെഡിങ്ങിന് നമ്മൾ പ്രോപ്പർട്ടീസ് ഒന്നും തന്നെ കൊടുത്തില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് സെൻറ്ററിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, ടേബിൾ TH ടാഗിൻ്റെ ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്, ഓട്ടോമാറ്റിക്കായിട്ട് സെൻറ്ററിലേക്ക് വരും. അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ നിങ്ങൾ TD ടാഗിന് കൊടുക്കേണ്ട പ്രോപ്പർട്ടീസാണ്. TD ടാഗിന് നമ്മൾ പ്രോപ്പർട്ടീസ് കൊടുത്തെങ്കിൽ മാത്രമേ അത് പ്രോപ്പറായിട്ട് റെൻഡർ ആവത്തുള്ളൂ. നമ്മൾ പ്രോപ്പർട്ടീസ് കൊടുക്കാതെ പ്രോപ്പറായിട്ട് റെൻഡർ ആവുന്നില്ല. ഓക്കെ, ഇപ്പം വെർട്ടിക്കൽ അലൈൻ എന്ന പ്രോപ്പർട്ടി വളരെ റെയറായിട്ട് മാത്രം ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടിയാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. വെർട്ടിക്കൽ അലൈൻ എന്ന പ്രോപ്പർട്ടി ജസ്റ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സെൻറ്ററിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, സോ ടേബിൾസ് എന്ന് പറഞ്ഞ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. ടേബിൾസിനെ കുറിച്ച് HTML-ലാണെങ്കിലും CSS-ലാണെങ്കിലും ഒരുപാട് ചോദ്യങ്ങൾ വരുന്നതാണ്. ഓക്കെ, സോ ടേബിൾസ് നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചിരിക്കാൻ ശ്രമിക്കുക. എല്ലാ ഇൻ്റർവ്യൂസിലും ടേബിൾസിനെ കുറിച്ച് മസ്റ്റായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. എല്ലാ ഇൻ്റർവ്യൂസിലും അങ്ങനെ തന്നെയാണ്. ടേബിൾസ് എന്ന് പറഞ്ഞാൽ മസ്റ്റായിട്ടുള്ള കാര്യമാണ്. കാരണം എല്ലാ വെബ്സൈറ്റുകളിലും ടേബിൾസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ടേബിൾസിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻസ് എല്ലാ ഇൻ്റർവ്യൂസും ചോദിക്കുന്നത്. ഓക്കെ, സോ HTML-നെ കുറിച്ചുള്ള ഇൻ്റർവ്യൂസ് ആണെങ്കിലും CSS-നെ കുറിച്ചുള്ള ഇൻ്റർവ്യൂസിനും ടേബിളിനെ കുറിച്ചുള്ള ചോദ്യം ഉണ്ടായിരിക്കും. സാധാരണ നമ്മൾ ഇൻ്റർവ്യൂസ് നടത്തുന്നെങ്കിൽ HTML, CSS, JavaScript അതുപോലെ തന്നെ ആ ഒരു 3 ലാംഗ്വേജ് ഒരുമിച്ചാണ് ഇൻ്റർവ്യൂസ് നടക്കുക. മൾട്ടി ലെവൽ ഇൻ്റർവ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ HTML, CSS, JavaScript-നെ കുറിച്ച് ഇൻ്റർവ്യൂ, പിന്നെ MongoDB, Express.js, React-നെ കുറിച്ച് ഇൻ്റർവ്യൂ സെപ്പറേറ്റ് ആയിട്ട് നടത്തും. പക്ഷേ ജാവാസ്ക്രിപ്റ്റും ടൈപ്പ്സ്ക്രിപ്റ്റിൽ ഉള്ള ആവശ്യമുള്ളതാണെങ്കിൽ ടൈപ്പ്സ്ക്രിപ്റ്റിൻ്റെ ഇൻ്റർവ്യൂവും കൂടെ ചേർത്തിട്ടാണ് സാധാരണ ഇൻ്റർവ്യൂസ് എല്ലാം തന്നെ നടത്തുന്നത്. ഓക്കെ, സോ ടേബിൾസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ടേബിൾസിന് നിങ്ങൾ എല്ലാ പ്രോപ്പർട്ടീസും മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ടേബിൾസിന് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് കൊടുക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഇനി സ്യൂഡോ ക്ലാസ്, സ്യൂഡോ എലമെൻറ്റ്സിനെ കുറിച്ചൊക്കെ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പം ഇതിൻ്റെ അകത്ത് ഓഡ്, ഈവൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ സെപ്പറേറ്റ്, അതായത് ഈ ടേബിൾ ഈ ഒരു റോസിന് മാത്രം ഒരു കളറ്, ഈ റോവിന് മാത്രം വേറൊരു കളറ്, അങ്ങനെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അതിന് ഓഡ്, ഈവൻ പ്രോപ്പർട്ടീസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കണം. അതിന് സ്യൂഡോ ക്ലാസ്, സ്യൂഡോ എലമെൻറ്റ്സ് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. അത് നമ്മൾ പഠിച്ചതിന് ശേഷം ഇത് ഒന്നും കൂടെ കവർ ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഫോർ ദിസ് സെക്ഷൻ. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും HTML-നെ കുറിച്ചുള്ള ഫർദർ ഡീറ്റെയിൽസ് പഠിക്കുന്നതായിരിക്കും. CSS-ൻ്റെ മോർ പ്രോപ്പർട്ടീസ്, നമ്മൾ ബട്ടൺസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, പലതരത്തിലുള്ള ബട്ടൺസ് പ്രോപ്പർട്ടിനെ കുറിച്ച് നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് CSS-ൽ HTML ആണെങ്കിൽ ബട്ടൺ എന്ന് പറഞ്ഞാൽ ബട്ടൺ ടാഗ്, അതുപോലെ തന്നെ നമുക്ക് ഫോംസിലുള്ള ഇൻപുട്ട് ഉപയോഗിച്ച് 2 ടൈപ്പ് ബട്ടൺസ് ഉണ്ട്. ഇൻപുട്ട് ടൈപ്പ് ബട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ സബ്മിറ്റ് ബട്ടൺസ് ഉണ്ട്, അതുപോലെ തന്നെ റീസെറ്റ് ബട്ടൺസ് ഉണ്ട്, അതുപോലെ തന്നെ നോർമൽ ബട്ടൺ എന്ന് പറഞ്ഞൊരു ടാഗും ഉണ്ട്. ഈ 3 വിധത്തിലാണ് നമ്മൾ സാധാരണ HTML-ലുള്ള ബട്ടൺസ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ CSS-ലേക്ക് വരുമ്പോൾ ഇതിന് 3 സ്റ്റൈൽ കൊടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ഹൈപ്പർ ലിങ്ക്സിനെയും ബട്ടണാക്കി മാറ്റാൻ സാധിക്കും. ഓക്കെ, സോ അത്തരത്തിലുള്ള ബട്ടൺസിനെ കുറിച്ച് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ അടുത്ത ലെക്ചറിൽ പഠിക്കാൻ പോകുന്നത്. സോ ദാറ്റ്സ് ഫോർ ദിസ് സെക്ഷൻ. ടേക്ക് ഇൻ കമന്റ് ലെക്ചേഴ്സ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.